ഹലോ, ഇന്നത്തെ റെസിപ്പി ബേക്കറിയെ വെല്ലുന്നൊരു ബട്ടർ കുക്കീസാണ്. എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. കുറച്ച് കാര്യങ്ങളൊന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത് എയർ ഫ്രയറിൽ ഉണ്ടാക്കുന്നതും ഓവനിൽ ഉണ്ടാക്കുന്നതും ഗ്യാസ് അടുപ്പിലുണ്ടാക്കുന്നതും ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 2 കപ്പ് മൈദയാണ് കേട്ടോ. 240 ഗ്രാം മൈദയാണ്. ഇനി ഇതിലോട്ട് വേണ്ടത് 1/4 കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ്. പിന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ആദ്യം. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ബേക്കിംഗ് പൗഡർ ചേർത്തുകൊണ്ട് മൈദയും ബേക്കിംഗ് പൗഡർ നന്നായിട്ട് മിക്സാക്കി എടുക്കുക എന്നുള്ളതാണ്. ബേക്കിംഗ് പൗഡർ ചേർക്കാതെയും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഗോതമ്പ് പൊടി വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം. ഇത്ര ഇതായിട്ട് കിട്ടൂല. ഗോതമ്പ് പൊടി വെച്ചിട്ടും അമൃതം പൊടി വെച്ചിട്ടും ഒക്കെ പല രീതിയിലുള്ള കുക്കീസും ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിന്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ബട്ടറാണ്. അപ്പോൾ ബട്ടർ കുക്കീസല്ലേ, അപ്പോൾ മെയിനായിട്ട് ബട്ടർ വേണം. 225 ഗ്രാം ബട്ടറാണ്. 200 ഗ്രാമിൻ്റെ ഒരു പാക്കും 25 ഗ്രാമും എന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള. കപ്പിലെടുക്കുകയാണെങ്കിൽ മെഷർ ചെയ്തിട്ട് 2 കപ്പാണ് കറക്റ്റ്. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ഇത് ബീറ്റ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് ഇതുപോലെ ഓൾറെഡി റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത്. ലൂസായിട്ട് അങ്ങനെയല്ല, ഒരു റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ടെക്സ്ചറിൽ കിട്ടുന്നുണ്ട്. അൺസോൾട്ടഡ് ബട്ടറാണ് കേട്ടോ വേണ്ട. ഒരുപാട് ബട്ടർ നമ്മൾ ചേർക്കുന്നത് കൊണ്ട് അൺസോൾട്ടഡ് ബട്ടർ തന്നെ എടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പൊടിച്ച പഞ്ചസാരയാണ്. 1 കപ്പാണ് കേട്ടോ. പൊടിച്ചെടുത്ത ശേഷം 1 കപ്പാണ്. മെഷർമെൻറ്റ് കപ്പിൽ തന്നെ 1 കപ്പ് അളന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഏകദേശം ഒരു 1/4 കപ്പ് പഞ്ചസാരയൊക്കെ പൊടിച്ചെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് 1 കപ്പ് കിട്ടുന്നുണ്ട്. ഞാനിതിപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതല്ല കേട്ടോ. ഇത് മൊത്തത്തിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് 1-2 മിനിറ്റൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ തന്നെ കിട്ടണം. ഈ ഒരു പഞ്ചസാരയും ബട്ടറും കൂടെ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ തന്നെ കളറൊക്കെ ഒന്ന് മാറി ചെറിയ രീതിയിലൊരു ക്രീമി ടെക്സ്ചർ തന്നെ നമുക്ക്. ഒരുപാട് നേരം ബീറ്റ് ചെയ്യരുത്. 1-2 മിനിറ്റ് മാത്രം ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ 2 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ. പൊടിച്ച പഞ്ചസാരയല്ലേ, അപ്പോൾ നമ്മളിങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ സ്പ്രെഡായി പോകുന്നുണ്ട് ഇതിൻ്റെ പൊടിയൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലത്. ഇനി നമുക്കിതൊന്നും ഒരു തവി വെച്ചിട്ട് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് എല്ലാം കൂടെ ഒന്നിച്ചാക്കിയിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. മൊത്തത്തിൽ 2 മിനിറ്റൊക്കെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇലക്ട്രിക് എഗ് ബീറ്റർ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് വിസ്ക് വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. കൈകൊണ്ട് തന്നെ നന്നായിട്ട് വിസ്ക് വെച്ചിട്ട് ഒരു കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുന്നവരെ ഇതുപോലെ ഒരു 2 മിനിറ്റൊക്കെ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് വെനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആ ഒരു ഫ്ലേവറിൽ കിട്ടുന്നത് ബട്ടർ കുക്കീസ്. ഒരു ഇച്ചിരി മതി, ഒരുപാടൊന്നും വേണ്ട. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി. ഈ എഗ് ബീറ്റർ വേണ്ട. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാനുള്ളത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. ഇനി നമുക്ക് ഈ ഒരു എഗ് ബീറ്റർ വെച്ചിട്ടല്ല ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കാം. നമ്മളൊരു സ്പാച്ചിൽ വെച്ചിട്ട് സാവധാനം മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ മാറ്റി വെക്കാം. ഈ ഒരു എഗ് ബീറ്റർ മാറ്റി വെക്കാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കിതിലോട്ട് കുറേശ്ശേ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തവി വെച്ചിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട്. എന്നിട്ട് നമുക്ക് കൈകൊണ്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇത് കുഴച്ചെടുക്കുമ്പോൾ ഇതുപോലെ നമ്മൾ ആദ്യം സാവധാനം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഭയങ്കര ഇങ്ങനെ സ്പീഡിലല്ല കേട്ടോ. ഒരു സാവധാനം ഒന്ന് മിക്സ് ചെയ്തിട്ട് കൈകൊണ്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ കുഴച്ചെടുത്ത സമയത്ത് നമുക്കൊരു ഇച്ചിരി ഒരു പൊടിക്ക് ലൂസ് പോലെ തോന്നും. പക്ഷേ ഒരു 2-3 മിനിറ്റൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ മതി. നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ബട്ടറല്ലേ നമ്മൾ ചേർത്ത് കൊടുത്ത് ഒരു 2-3 മിനിറ്റൊക്കെ വെക്കുമ്പോൾ തന്നെ കുറച്ചൊന്നത് ചെറിയ രീതിയിൽ പാകത്തിനുള്ള പരുവായി കിട്ടുന്നുണ്ട്. ഒരുപാട് ഹാർഡാവാനും പറ്റൂല. ഇത് ഒരുപാട് നേരം മാറ്റി വെക്കരുത്. ഒരു 3 മിനിറ്റൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ മതി. അതുപോലെ ഒരുപാട് ലൂസാവാനും പറ്റൂല, ഒരുപാട് ഹാർഡാവാനും പറ്റൂല. ഞാൻ പറയുന്ന രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബട്ടർ കുക്കീസ് പല രീതിയിലും ചെയ്യാറുണ്ട്. കോൺഫ്ലവർ ബേക്കിംഗ് പൗഡർ അതൊന്നും ചേർക്കാതെയും ചെയ്യലുണ്ട് കേട്ടോ. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ബട്ടറും മൈദയും പഞ്ചസാരയും 3 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഇത് കറക്റ്റ്
കറക്റ്റ് നമുക്ക് കിട്ടുന്ന ബട്ടർ കുക്കീസാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കൽ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ മുമ്പ് ചെയ്തതും ഈ ഒരു രീതിയിൽ ചെയ്തതും ഒക്കെ ഉള്ള വ്യത്യാസം. ഇതിപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഇനി നമുക്കിത് ഞാൻ പറഞ്ഞ പോലെ ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്കിത് ബോൾസാക്കി എടുക്കാം. ഇതിപ്പോൾ ഒരു 2 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അതിന്. അപ്പോൾ നല്ല കറക്റ്റ് നമുക്ക് പരുവത്തിൽ ബോൾ ഷേപ്പാക്കി എടുക്കാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് അതിനേക്കാളും കൂടുതൽ വെക്കണ്ട. ഇനി നമുക്കിത് കുക്കീസിൻ്റെ ഷേപ്പാക്കി എടുക്കാം. നിങ്ങൾക്ക് ചെറിയ സൈസിലുള്ള കുക്കീസാണ് വേണ്ടതെങ്കിൽ ഇതിനേക്കാളും ചെറുതാക്കാം. നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ഒന്നും കൂടെ നല്ല വലുതായിട്ട് കിട്ടുന്നുണ്ട്. OTG ഓവനിലാണെങ്കിൽ നല്ലോണം വലുതായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ സൈസ് വേണമെങ്കിൽ ചെറുതാക്കാം കേട്ടോ. ഇനി ഞാൻ ഇതുപോലെ ബോൾ ഷേപ്പാക്കി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബോൾ ഷേപ്പാക്കി എടുക്കാം. നല്ല കറക്റ്റ് ബോൾ ഷേപ്പാക്കി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. ഞാൻ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഓരോന്നും ചെയ്തെടുക്കാം. പിന്നെ ഇത് എയർ ഫ്രയറിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ ഗ്യാസ് അടുപ്പിലും ചെയ്യാട്ടോ. നമ്മൾ കേക്കൊക്കെ ചെയ്യുന്ന പോലെ പ്രീ ഹീറ്റാക്കിയ ശേഷം അതിൻ്റെ അകത്ത് പാത്രത്തിൻ്റെ അകത്ത് വെച്ച് കൊടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി. ടൈമിംഗ് ഒക്കെ കറക്റ്റാണ്. ഒരു 12 മിനിറ്റൊക്കെ കൊണ്ട് നമുക്ക് ബേക്കായി കിട്ടും. 12 15 മിനിറ്റൊക്കെ ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് നോക്കിയാൽ മതി. മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഗ്യാസ് അടുപ്പിൽ കുക്കീസ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോന്നും ഇതുപോലെ ആക്കി വെക്കുക. ഇനി നമ്മളിത് ബേക്ക് ചെയ്യാൻ വെക്കുമ്പോൾ കുറച്ച് ദൂരം വെക്കുക കേട്ടോ. അടുപ്പിച്ച് വെക്കാതിരിക്കുക. ഇത് ബേക്കായി വരുമ്പോൾ ഒന്ന് സൈസ് വലുതാകുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ദൂരം ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് എയർ ഫ്രയറിൽ ഉണ്ടാക്കിയെടുക്കുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അതുപോലെ OTG ഓവനിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ എയർ ഫ്രയറിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇതിലിപ്പോൾ ബട്ടർ പേപ്പറും ഇതൊക്കെ ഇതിനേക്കാളും കുറച്ച് ദൂരം വെക്കുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ബാസ്ക്കറ്റിലും അതുപോലെ OTG ഓവനിലും ട്രേയിലും ഒക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എയർ ഫ്രയറിൽ ഉണ്ടാക്കുന്ന നോക്കാം. ഇതിലിപ്പോൾ ഞാൻ വെച്ച് കൊടുക്കുന്നുള്ളത് 180 ഡിഗ്രിയിൽ 170യിലും ഞാൻ നോക്കിയിട്ടുണ്ട്. അതുപോലെ ഇതിൽ വേറെ ഓപ്ഷനിലും നോക്കിയിട്ടുണ്ട്. 2-3 പ്രാവശ്യം ഞാനിതിൽ ഈ ഒരു എയർ ഫ്രയറിൽ കുക്കീസ് നോക്കിയിട്ടുണ്ടായിന്. ഇതിപ്പോൾ 12 മിനിറ്റാണ് ഇത് വെച്ച് കൊടുക്കുന്നുള്ളത്. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാനിതിൽ ഷെയർ ചെയ്യുന്നത്. 12 മിനിറ്റാണ് വെച്ച് കൊടുക്കുന്നുള്ളത്. പക്ഷേ നമുക്ക് 12 മിനിറ്റിനേക്കാളും കുറച്ച് മുന്നേ നമുക്കൊന്ന് തുറന്ന് നോക്കാം. പൗസ് ചെയ്തിട്ട് തുറന്ന് നോക്കാൻ പറ്റും. ഒന്ന് പൗസ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ 6 മിനിറ്റ് ബാക്കിയുണ്ട്. അപ്പോൾ 6 മിനിറ്റ് ബാക്കിയുള്ള അപ്പോൾ ഞാനിതൊന്ന് നോക്കിയപ്പോൾ ഇതിൻ്റെ സൈഡും മുകൾ ഭാഗം ഒക്കെ ബേക്കായിട്ടുണ്ട്. പക്ഷേ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കേണ്ടി വരാറുണ്ട് എയർ ഫ്രയറിൽ. മറ്റേ ഫിലിപ്സിൻ്റെ സാധാരണ തിരിച്ചിട്ട് കൊടുക്കേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിലെനിക്ക് തിരിച്ചിട്ട് കൊടുക്കേണ്ടി വരാറുണ്ട്. ഇപ്പോൾ കുക്കീസ് ആണെങ്കിലും പഫ്സ് ആണെങ്കിലും ചിക്കൻ ഗ്രില്ലിങ് ചെയ്യുമ്പോഴൊക്കെ. അപ്പോൾ കുക്കീസ് നമുക്ക് എപ്പോഴും ചൂടോടെ തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റില്ല. ഇതൊന്ന് ചൂടാറി കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കേണ്ടത്. ഞാൻ ചൂടോടെ നോക്കിയപ്പോൾ കുറച്ചൊന്ന് പൊട്ടിപ്പോയിട്ടൊക്കെ ഉണ്ടായിന്. ഒന്ന് ചൂടാറിയതിന് ശേഷം ഒരു 2-3 മിനിറ്റൊക്കെ വെക്കുമ്പോൾ ഇതൊന്ന് ചൂടാറിയതിന് ശേഷമാണ് നമ്മളെപ്പോഴും കുക്കീസ് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കേണ്ടത്. ചൂടോടെ ഒരിക്കലും തിരിച്ചിട്ട് കൊടുക്കണ്ട. നമ്മൾ ബേക്കായി കഴിഞ്ഞാലും ചൂടോടെ എടുക്കാൻ പറ്റില്ല. ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോഴാണ് കുക്കീസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഞാൻ രണ്ടാമത് ഇത് വീണ്ടും ബേക്ക് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ചൂടാറി കഴിഞ്ഞിട്ടാണ് ഇത് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ മറ്റേത് ഞാൻ ആദ്യം കാണിച്ചത് ഒന്ന് ചൂടോടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കി നോക്കിയതാണ്. അപ്പോൾ അത് മറ്റേ ഭാഗം ബേക്കായിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയണമല്ലോ. ഇതിപ്പോൾ കണ്ടില്ല, അതാ മറ്റേ ഭാഗം ബേക്കായിട്ടൊന്നുമില്ല. അപ്പോൾ അതങ്ങനെ ചൂടോടെ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ തന്നെ ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിന്. അപ്പോൾ ഇതിപ്പോൾ നമുക്കതിന് ഒന്നും കൂടെ നമുക്കിത് വെച്ച് കൊടുക്കാം. ഒരു 3-4 മിനിറ്റൊക്കെ 3 മിനിറ്റൊക്കെ അതിന് ഒന്നും കൂടെ ഒന്ന് വെച്ചാൽ മതി. അപ്പോൾ മറ്റേ ഭാഗം കറക്റ്റ് നമുക്ക് ബേക്കായി കിട്ടും. ഇതിപ്പോൾ ഒരു 3 മിനിറ്റോളം ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ചൂടോടെ നമുക്ക് മറ്റേ ഭാഗം ഓൾറെഡി നല്ല ബേക്കായിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ തിരിച്ചിട്ട് കൊടുത്തതല്ലേ. ഇനി നമ്മൾ ചൂടാറാൻ വേണ്ടിയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യണമെന്നില്ല. എന്നാലും ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്കിതിൽ നിന്നും മാറ്റാം. അപ്പോൾ എയർ ഫ്രയറിൽ കുക്കീസ് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഞാനിപ്പോൾ ഈ അടുത്താണ് എയർ ഫ്രയർ വാങ്ങിയതും എയർ ഫ്രയറിൽ കുക്കീസ് ഉണ്ടാക്കി നോക്കിയതും. OTG ഓവനിലൊക്കെ മുമ്പേ ചെയ്യാറുണ്ട്, ഗ്യാസ് അടുപ്പിലും ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ എയർ ഫ്രയറിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് തിരിച്ചിട്ട് കൊടുക്കാതെ ഓക്കെ ആയി കിട്ടിയിട്ടുണ്ടോ, അതുപോലെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ചൂടോടെ തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ല, നല്ല കറക്റ്റ് നല്ല പാകത്തിന് നല്ല കുക്കീസാണ്. നല്ല പെട്ടെന്ന് നമുക്കിതുപോലെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാനും എന്താ പറയുക, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുക്കീസ് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് എയർ ഫ്രയറിൽ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് OTG ഓവനിലും ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം കേട്ടോ. OTG ഓവനിൽ ഒന്നും കൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കുക്കീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നേരത്തെ നമ്മൾ കാണിച്ചതിനേക്കാളും സൈസ് നല്ല വലുതായിട്ട് തന്നെ കിട്ടുന്നുണ്ട് OTG ഓവനിൽ.
ഇതിനേക്കാളും. അപ്പോൾ ഞാൻ കുറച്ച് ദൂരം തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല പ്രീ ഹീറ്റാക്കി വെച്ചിട്ടുള്ള ഓവനിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റാക്കി വെച്ചാൽ മതി. എന്നിട്ട് ഇതിൽ 170 ഡിഗ്രിയിലാണ് സാധാരണ ബേക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ ടൈമിങ് ഒരു 12 മിനിറ്റ് തന്നെ മതിയാവും കേട്ടോ. അപ്പോൾ 12 മിനിറ്റ് ആകുമ്പോൾ നമുക്കിതിന് തിരിച്ചിട്ട് കൊടുക്കാനൊന്നുമില്ല. നമുക്കിത് ഇപ്പോൾ 12 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇതിൻ്റെ സൈഡൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ബേക്കായി വന്നിട്ടുണ്ടെങ്കിൽ. ഇനി ഇതും നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്കിത് ഒരു നല്ലൊരു കണ്ടെയ്നറിലാക്കി വെച്ചാൽ മതി. ചെറുതായിട്ടല്ല കേട്ടോ, കണ്ടെയ്നറിലൊക്കെ മൂടി വെക്കുന്നുണ്ടെങ്കിൽ നല്ലോണം ചൂടാറണം. ഇതിൽ നിന്ന് മാറ്റുമ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നല്ല പാകത്തിനല്ല കറക്റ്റ് ബേക്കായി വന്നിട്ടുണ്ട്. കുക്കീസ് എന്ന് പറയുമ്പോൾ മുകൾ ഭാഗം ഒരു ലൈറ്റ് കളറും അടിഭാഗം കുറച്ചും കൂടെ ഒരു ബ്രൗൺ കളറോ ലൈറ്റ് ബ്രൗൺ കളറോ ആയിട്ടാണ് ഉണ്ടാവുന്നത്. മുകൾ ഭാഗം ഇങ്ങനെ ബ്രൗൺ കളർ ആവലില്ല. സൈഡൊക്കെ ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ മാറ്റിയാൽ മതി. പിന്നെ അതുപോലെ എഗ്ലെസ് കുക്കീസ് ഏകദേശം ഫുള്ള് വൈറ്റ് കളറിൽ തന്നെ ഉണ്ടാവും നല്ലോണം. അപ്പോൾ ഇതുപോലെ നമുക്ക് OTG ഓവനിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കീസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കുക്കീസാണ്. അപ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ കഴിക്കുന്നതിനേക്കാളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു കുക്കീസ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്താൽ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. എയർ ഫ്രയറിലൊക്കെ ഉണ്ടാക്കുന്ന പപ്സും ഒക്കെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിന്. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പല കാര്യങ്ങളും ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതുപോലെയാണ് കുക്കീസ്. മുകൾ ഭാഗം വൈറ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇനി നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്